ഹായ് ഫ്രണ്ട്സ്, അബി എഡ്യൂക്കേഷൻ ഫാക്ടറിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ വട്ടം ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ എങ്ങനെയാണ് നമ്മൾ ടീൻ ക്രാഫ്റ്റ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാർട്ടൂൺ വീഡിയോസൊക്കെ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാമെന്ന്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ടീൻ ക്രാഫ്റ്റിൽ ബാക്ക്ഗ്രൗണ്ട്സ് കുറവാണ്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും അതിലധികം ഇല്ല. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട്സ്, നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട്സ് സെലക്ട് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ടീൻ ക്രാഫ്റ്റിൽ കാർട്ടൂൺ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോയും കൂടിയാണ് ഇത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടീൻ ക്രാഫ്റ്റ് എന്ന ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ഡ്യൂ റെക്കോർഡർ എന്ന ആപ്ലിക്കേഷനാണ്. ഈ രണ്ട് ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നമുക്ക് സിമ്പിളായിട്ട് കാർട്ടൂൺ വീഡിയോസ് ഗാലറിയിലേക്ക് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ടീൻ ക്രാഫ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇതിപ്പോൾ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. നമ്മളവിടെ ബാക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഇതിനു മുമ്പായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസ് നമുക്കവിടെ കാണാവുന്നതാണ്. ഇനി ഞാൻ ഇതിനു മുമ്പായിട്ട് കുറച്ച് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം അവിടെ താഴെ. ഞാൻ അതിലൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ ഇതിനു മുമ്പായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് റെഡായിട്ടാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാനതൊന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ന്യൂ വീഡിയോ എന്നത് സെലക്ട് ചെയ്യുന്നു. അതിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് നമുക്കിവിടെ കളേർഡായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ലഭ്യമാണ്. ഞാനതിൽ നിന്ന് ചുവപ്പായിരുന്നു അന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീന്, അതുപോലെ തന്നെ കളേർഡായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നു. ഞാൻ അന്ന് ഗ്രീന് റെഡ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ റെഡ് സെലക്ട് ചെയ്തിട്ടുള്ളൊരു ആ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇത് വേറൊരു വീഡിയോ ആണ്. അവർ ശരിക്കും ഒരു വിഡ്ഢികളാണ്. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളത് ചെയ്യുന്ന സമയത്ത് ഇനി നമ്മൾ ഡ്യൂ റെക്കോർഡർ ഒന്ന് ഓൺ ചെയ്യുക. ഡ്യൂ റെക്കോർഡർ ഓൺ ചെയ്താൽ നമുക്കവിടെ റൈറ്റ് സൈഡിലായിട്ട് ഇതുപോലെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മളൊരു വീഡിയോ ഇതിൽ പ്ലേ ചെയ്യുക. അതായത് ഈ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡ്യൂ റെക്കോർഡർ വർക്കാണ്. അപ്പോൾ ഇതുപോലെ ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കഴിയുന്നവരെ നമ്മൾ ഡ്യൂ റെക്കോർഡർ ഓൺ ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ അത് വീഡിയോ പ്ലേ ചെയ്ത് ഈ ഒരു നമ്മൾ ബാക്ക് അടിച്ച് വരും. നമുക്ക് എപ്പോഴാണോ അത് പൂർത്തിയായെന്ന് തോന്നിയാൽ നമ്മൾ ബാക്ക് അടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഡ്യൂ റെക്കോർഡറിൻ്റെ റെക്കോർഡിങ് ഫിനിഷ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ആ റെക്കോർഡ് ചെയ്ത സ്ക്രീൻ റെക്കോർഡർ വെച്ച് റെക്കോർഡ് ചെയ്ത വീഡിയോ നമ്മൾ കൈൻ മാസ്റ്ററിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഞാനതൊന്ന് കാണിച്ചു തരാം. കൈൻ മാസ്റ്ററിൽ MT പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ കൈൻ മാസ്റ്റർ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മളതൊരു മീഡിയ ബ്രൗസറിൽ നിന്ന് ഇതിനു മുമ്പ് ചെയ്തു വെച്ചൊരു ആ ഒരു വീഡിയോ കാണിച്ചു തരുന്നു. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഒരു വീഡിയോ. അതിൽ നമ്മളിപ്പോൾ ഈ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇപ്പോൾ നേരത്തെ ഡ്യൂ റെക്കോർഡിൻ്റെ ആ ഒരു ചെറിയൊരു പോർഷൻ അവിടെ കാണാൻ സാധിക്കുന്നില്ല. അത് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഓൾറെഡി എക്സ്പോർട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അത് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് ഉപയോഗിക്കുന്നു. ഹാൻഡ് റൈറ്റിങ്ങിൽ നമ്മൾ നേരെ ഇതേ കളർ തന്നെ പിക്ക് ചെയ്യുന്നു. അത് പിക്ക് ചെയ്യാൻ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ കളർ പിക്ക് ചെയ്തിട്ട് ആ കളർ നമ്മളിവിടെ ഹാൻഡ് റൈറ്റിംഗ് ഉപയോഗിച്ചിട്ട്
സിമ്പിളായിട്ട് ഇവിടുന്ന് മറച്ചു കൊടുക്കുന്നു. നമ്മളിതിൻ്റെ കട്ടിയൊക്കെ കൂട്ടുന്നു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് ഉപയോഗിക്കുന്ന സമയത്ത് അതവിടുന്ന് പോകുന്നു. നമ്മൾ ഈ ഹാൻഡ് റൈറ്റിംഗ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ അവസാനം വരെ ചെയ്യുന്നു. എന്നിട്ട് നമ്മളിതൊന്ന് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ നേരത്തെ കണ്ടതുപോലെ ഇവിടെ 1 തൊട്ട് 5 വരെയുള്ള ഫ്രെയിംസ് അവിടെ ഓടുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെ ഞാൻ ഇതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് ഉപയോഗിച്ചിട്ട് അവിടെയും ഇതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് അതിന് മേലെ ഹാൻഡ് റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഞാനിത് ഈ ബാക്ക്ഗ്രൗണ്ട് റെഡാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്രോമാക്കി അപ്ലൈ ചെയ്യും. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്യും. നമ്മളെ വെബ്സൈറ്റുകളിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് കാർട്ടൂൺസിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഡൗൺലോഡ് വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മളത് ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സ്റ്റോറി, ഇപ്പോൾ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് അവിടെ ഇതുപോലെ തന്നെ കൈൻമാസ്റ്ററിൽ ചെയ്തതാണ്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഈ ഒരു കാണുന്നൊരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചിത്രമായിരുന്നു ആദ്യം. ആ ചിത്രത്തിനെ ഞാൻ ഇതുപോലെ നീട്ടിയിട്ട് ഒരു വീഡിയോ ആക്കി മാറ്റി. ആ വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ആ വീഡിയോ ഉള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലാണ് നമ്മുടെ ഈ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് മാസ്റ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ടീൻക്രാഫ്റ്റിൽ റെഡാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിലാണ്. അതിനായിട്ട് വീഡിയോ ലെയർ സെലക്ട് ചെയ്യുന്നു. അതിൽ നിന്ന് എക്സ്പോർട്ട്, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇതിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സ് ഞാൻ ഇതൊന്ന് സെലക്ട് ചെയ്യുന്നു. എനിക്ക് വേണ്ട ഒരു പൊസിഷനിൽ ഞാനതിനെ ഫിറ്റ് ചെയ്യുന്നു. ക്രോമാക്കി അപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ക്യാരക്ടേഴ്സ് അവിടെ ഞാൻ ഒന്നുകൂടി ഇതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇപ്പോഴത് അവിടെ ഒരു ഫിറ്റ് ആയതായിട്ട് നമുക്ക് കാണാം. ഇനി ഞാനതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പല ഡിഫറെൻ്റ് അത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരത്തെ ഒന്നും കൂടി ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസിലേക്ക് നമ്മൾ പോകുന്നത് പോലെ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഡിഫറെൻ്റ് ആംഗിൾസ് നിന്ന് അതുപോലെ തന്നെ വേറെ വേറെ ഭാഗങ്ങളിൽ നിന്നുള്ള ഷോട്ടുകൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ക്രോപ്പ് ചെയ്തിട്ട് സൂം ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഫേസിൻ്റെ ഭാഗത്ത് മാത്രമാണെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ ഒരു കാലൊന്നും കാണിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ മൂവീസും മൈ മൂവി എന്നിട്ട് ഞാൻ കുറേ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് കാണാം. ഇതൊക്കെ ഈ ഇത്രയും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ഞാൻ DU റെക്കോർഡർ ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ വീഡിയോയും ഓരോന്നായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അത് കൈൻമാസ്റ്ററിൽ നമ്മുടെ മീഡിയ ബ്രൗസറിൽ ചെന്നിട്ട് സാധാ പോലെ തന്നെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇത്രയും നേരം ചെയ്തതേപോലെ തന്നെ മീഡിയ ബ്രൗസറിൽ തുറക്കണ നമ്മൾ അതിന് മുമ്പേ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കണ്ടെത്തിയിട്ട് അത് വീഡിയോ ആക്കി ഓരോ ബാക്ക്ഗ്രൗണ്ട്സും വീഡിയോ ആക്കി മാറ്റിയിട്ട് പിക്ചേഴ്സൊക്കെ നീട്ടിയിട്ട് നമുക്ക് വേണ്ട ലെങ്ത്തിന് അനുസരിച്ച് ഫിറ്റ് ചെയ്തിട്ട് നമ്മളത് വീഡിയോ ആക്കി മാറ്റി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ വീഡിയോസ് നമ്മൾ വീഡിയോ ലെയർ ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ ഫിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ക്രോമാക്കി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ടീൻക്രാഫ്റ്റിൽ ഇല്ലാത്ത ബാക്ക്ഗ്രൗണ്ട്സുകൾ ഇല്ലെങ്കിൽ നമ്മുടെ കാർട്ടൂൺ സ്റ്റോറീസിന് വേണ്ട രീതിയിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ടീൻക്രാഫ്റ്റിൽ ഇല്ലാത്ത ബാക്ക്ഗ്രൗണ്ട്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ കാർട്ടൂൺ വീഡിയോസും ഉണ്ടാക്കുന്നത്. അപ്പം ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് മാക്സിമം
വീഡിയോസ് അതുപോലെ തന്നെ കാർട്ടൂൺ സ്റ്റോറീസൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അതിൽ കുറച്ച് ബീച്ച്, കഫേ, അതുപോലെ തന്നെ കുറച്ച് ഒരു ചായക്കട, അതുപോലെയുള്ള കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്കതൊന്നും പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതാണ്. താങ്ക് യു.